നിഷയെ നമുക്ക് സ്വാഗതം ചെയ്യാം. വരൂ. നിഷ ഇവരുടെ കഥയിലൊരു വലിയൊരു കഥാപാത്രമാണ്. ഒരുപാട് സ്ഥലത്ത് നിഷ 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 എന്ന് പറയുന്നത് കേട്ടു. എന്താ അത് നിങ്ങളുടെ ചേട്ടന് നിങ്ങളോട് ഇത്രയും ഒരു ദേഷ്യം വരാൻ കാരണം? അതിന് പ്രത്യേകിച്ച് എനിക്കൊരു കാര്യം അറിയത്തില്ല. എന്താ കാരണമില്ലാതെ ഒരാളുടെ എന്തെങ്കിലും ഒരു വഴക്ക് വല്ലതും ഉണ്ടായോ നിങ്ങൾ തമ്മിൽ? വഴക്കൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇവരുടെ കല്യാണം കഴിഞ്ഞ് 4ാമത്തെ ദിവസം ഫീൽഡിൽ വന്നപ്പോൾ ഞങ്ങൾ തുണിയൊക്കെ എടുത്തിട്ടാണ് വന്നത്. അപ്പം ഞങ്ങൾ അത് തയ്ക്കാനായിട്ട് കൊണ്ടുപോയിട്ട് തിരിച്ചു വന്ന വഴി പുള്ളിക്കാരൻ പറഞ്ഞ് ചേട്ടൻ പറയണത് മാത്രമേ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ കല്യാണമൊക്കെ അങ്ങനെ പുള്ളി പറയണത് പോലെ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് അച്ഛൻ ഉണ്ട്, അച്ഛൻ എന്തായാലും ഞങ്ങളുടെ രണ്ടുപേരുടെ അഭിപ്രായം ഇത്രയും നാളും ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞങ്ങളോട് ചോദിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞത് ചേട്ടന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതായിരുന്നു കാരണം. അതാണ് എനിക്കറിയാവുന്ന കാര്യം. ആദ്യമായിട്ട് ഞങ്ങൾ തമ്മിലുള്ള ഒരു സംഭാഷണം അതേ ഉള്ളൂ. നിഷയോട് എങ്ങനെയായിരുന്നു പെരുമാറ്റം? പിന്നെ എന്നോട് അങ്ങനെ പ്രത്യേകിച്ച് മോശമായിട്ട് രീതിയിലൊന്നും പെരുമാറിയിട്ടില്ല. പക്ഷെ എന്താ ദേഷ്യം വരാൻ കാരണം? ദേഷ്യം വരാൻ പിന്നെ ഒരു സംഭവം ഉള്ളത്, അമ്മാവന്റെ എൻ്റെ ഹസ്ബൻഡിന്റെ അമ്മാവന്റെ വീട്ടില് പാല് കാച്ചലിന് പോയ കാര്യം പറഞ്ഞു. ആ ഒരു കാര്യം അത് പോയെന്ന് എൻ്റെ അനിയൻ ചെന്ന്, ഇവർ താമസിച്ചിരുന്ന ചക്കരപ്പറമ്പിലായിരുന്നു, അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞ് ഞാനത് പോയി എന്നും പറഞ്ഞിട്ട് വീട്ടിൽ വന്ന് വഴക്കിട്ടു. സിനിമയ്ക്ക് പോകാൻ വിളിച്ചു. ഇവരുടെ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് സിനിമയ്ക്ക് പോകാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ വരുന്നില്ല. ഇവര് ആരൊക്കെ ചേർന്ന സിനിമയ്ക്ക് പോണെന്ന് പറഞ്ഞത്? ചേട്ടനും ചേച്ചിയും ഞാനും 3 പേരും കൂടി. അപ്പൊ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞത് അതിനും വഴക്കായി. പിന്നെ അത് വഴക്ക് തീർക്കാൻ വേണ്ടി അമ്മ പറഞ്ഞെന്നാ കൂടെ പോന്ന് പറഞ്ഞ് അങ്ങനെ പോയി. അത്രേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് അന്ന് തുണി സ്റ്റിച്ച് ചെയ്യാൻ പോയിട്ട് വരുമ്പോൾ എന്നോട് പറഞ്ഞ് നിന്റെ കല്യാണം ഞാൻ മുടക്കി കാണിക്കട്ടെ എന്ന് എന്നോട് ചോദിച്ചു. ചിരിച്ചോണ്ടാണോ ദേഷ്യത്തിലാണോ? ദേഷ്യത്തില്. ഞാൻ അങ്ങനെ പറഞ്ഞത് ചേട്ടന് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അച്ഛനല്ലേ എല്ലാ കാര്യം അഭിപ്രായം എടുക്കത്തുള്ളു. അത് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ വേണ്ടെന്ന് പറയുകയും ചെയ്ത്. എന്നിട്ട് ചേച്ചിയൊക്കെ വന്ന് പറഞ്ഞ് അവൾക്ക് അവളുടെ കാര്യത്തിലൊന്നിലും ഇടപെടണത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ചേച്ചിയോട് പറയണത് ഞാൻ കേട്ട് വെളിയിൽ നിന്ന് കേട്ടു. നിഷയുടെ ഭർത്താവിനോട് എന്താ ദേഷ്യം? അങ്ങനെ ചേട്ടനോട് പറയാനായിട്ട് പ്രത്യേകമൊന്നുമില്ല. കല്യാണത്തിന് ശേഷം കണ്ടിട്ടില്ലാണോ ദേഷ്യം? ചിലപ്പോ അതായിരിക്കാം തോന്നുന്നു. എന്താന്ന് വെച്ചാൽ കല്യാണത്തിന് മുന്നേ ഇവര് തമ്മിൽ സഹകരിക്കാറുണ്ടായിരുന്നു, മിണ്ടാറും ഉണ്ടായിരുന്നു. പക്ഷെ കല്യാണത്തിന്റെ അന്ന് മുതലും മിണ്ടിയിട്ടില്ല. പക്ഷെ എന്നോട് പറഞ്ഞ് കല്യാണം ഞാൻ മുടക്കി കാണിക്കാമെന്ന് പറഞ്ഞ്. അതിനു വേണ്ടിയിട്ടാണ് എൻ്റെ അനിയനൊരു ക്രിസ്ത്യൻ പെണ്ണുമായിട്ട് സ്നേഹബന്ധം ഉണ്ടായിരുന്നു. അനിയനെന്ന് പറഞ്ഞപ്പോൾ വിച്ചേട്ടന് അവർ 3 ആമക്കളാണ്. അതിൽ ഏറ്റവും ഇളയാൾക്ക് എന്ന് പറഞ്ഞാൽ അന്ന് 21-22 വയസ്സേ ഉള്ളൂ. ഇവര് മൂത്തവരാരും കല്യാണം കഴിച്ചിട്ടില്ല. ഏറ്റവും ഇളയാള്. അപ്പൊ അവര് ആ പെൺകുട്ടിയായിട്ട് ഇവർ രണ്ടുപേരും കൂടി രജിസ്ട്രാർ ഓഫീസിൽ പോയി. സ്പെഷ്യൽ മാരേജ് ചേട്ടനും ചേച്ചിയും കൂടി സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം. ജ്യോതി എന്തിനാ അങ്ങനെ പോയത്? അതിന്റെ മുമ്പിൽ എന്നെ തല്ലി ചതച്ചത്. ഇങ്ങനെ കൂടുതൽ ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. വരണം എന്നുണ്ടെങ്കിൽ അവന്റെ അമ്മയോട് പറയാൻ പറഞ്ഞു. അവരല്ലേ നടത്തി കൊടുക്കണ്ടേ ഇഷ്ടബന്ധം ഉണ്ടെങ്കിൽ. പിന്നെ എൻ്റെ അച്ഛൻ അറിഞ്ഞാല് എന്നെ വെച്ചിക്കില്ലെന്ന് എനിക്കറിയാം. ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും കൂട്ടി നിൽക്കില്ല. നേരെ പോകുന്നുള്ള കാര്യത്തിന് മാത്രമേ അച്ഛൻ നിൽക്കുകയുള്ളൂ എന്നറിയാം. അപ്പം ഞാൻ പറഞ്ഞു അറ്റ്ലീസ്റ്റ് നമ്മുടെ വീട്ടിലെങ്കിലും പറയാം. അപ്പോൾ പുള്ളി ആരോടും പറയാൻ പാടില്ല. അപ്പോൾ നിഷയുടെ കല്യാണം നിർത്താനായിട്ട് വല്ലതും ശ്രമിച്ചോ? അതിന് അവരുടെ രണ്ടുപേരും കൂടി പോയി. ചേച്ചിയും ചേട്ടനും കൂടി പോയിട്ട് പിന്നെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിക്കുന്നതിനുള്ള അപേക്ഷ കൊടുത്തു. അപ്പൊ അവരവിടെ നോട്ടീസ് അതവര് നോട്ടീസ് ഇടുവല്ല. അത് വിച്ചേട്ടന് അത് കണ്ടുപിടിച്ച് ഇവരാ പോയെന്നുള്ളത്. അതങ്ങനെ വീട്ടിലറിഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ പോയായിരുന്നു. അപ്പൊ എന്റെ കല്യാണം ഈ ഒരു കാരണത്താലും മുടങ്ങുമല്ലോ, വീട്ടുകാര് തമ്മിലുള്ള പ്രശ്നം വരും. അപ്പൊ അങ്ങനെ പറയുകയും ചെയ്ത് ഇവരുടെ വിച്ചേട്ടന്റെ വീട്ടുകാർ പറയുകയും ചെയ്ത് ഇന്നപോലെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായപ്പോ ഈ ബന്ധം തന്നെ വേണ്ട എന്ന്
ഉള്ള ഒരു കാര്യം പലരും പറഞ്ഞ് അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നത്. പെട്ടെന്ന് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം അതേ മാസം തന്നെ എൻ്റെയും കല്യാണം കഴിഞ്ഞ്. അത് സാമ്പത്തികമായിട്ട് ഒത്തിരി പിന്നോക്കം നിൽക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷെ എന്നാലും തന്നെ അച്ഛൻ അത് കാരണം പെട്ടെന്ന് ആ ഒരു വർഷത്തില്ല. അപ്പൊ എന്തോരം ബുദ്ധിമുട്ടുണ്ടാവും. ഒരു പെണ്ണിനെ ഇറക്കി വിടുമ്പോ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതിന്റെ തൊട്ടടുത്ത വർഷം തന്നെ നടത്തണമെങ്കിൽ പിന്നെ അതാ നല്ലതെന്ന് തോന്നി. ഈ നിഷയോട് എപ്പോഴെങ്കിലും ഇയാൾ അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടോ? അങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല. സംസാരിച്ചിട്ടുണ്ടോ? അങ്ങനെ സംസാരിച്ചിട്ടുമില്ല. ചേച്ചിയെ കാണാൻ സമ്മതിക്കില്ല അല്ലേ? ചേച്ചിനെ കാണാൻ സമ്മതിക്കില്ല, ചേച്ചിയായിട്ട് മിണ്ടാനും സമ്മതിക്കില്ല. ഞങ്ങള് പണ്ട് മുതൽ ചെറുപ്പം മുതലേ കൂട്ടുകാരെ പോലെയാണ് നടന്നത്. ഞങ്ങൾ ചേച്ചീനിറ്റിയാണെന്ന് ആരും പറയത്തുമില്ല, കണ്ടാലും പറയില്ല. മിണ്ടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, അതെന്തൊരു ഇതാണ്. ഭാര്യ ആയതുകൊണ്ട് പറയുന്ന എല്ലാം കേൾക്കണമെന്നുണ്ടോ? ചേച്ചിക്ക് പ്രഗ്നൻ്റ് ആയി 3-ാം മാസം ബ്ലീഡിങ് ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ അച്ഛൻ ഹാർട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ട് അച്ഛൻ്റെ കൂടെ എപ്പോഴും ആരെങ്കിലും ഒരാൾ വേണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് അമ്മ രാത്രി ആയതാണ് വിളിച്ചു പറഞ്ഞ്, ഞങ്ങൾ ജോലിക്ക് പോയിരിക്കുകയായിരുന്നു, വിളിച്ചു പറഞ്ഞു ഇന്ന പോലെ അച്ഛൻ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ, നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചെല്ലണം എന്ന് പറഞ്ഞു. അന്ന് ചെന്നപ്പോഴും ചേട്ടൻ ഇതുപോലെ അച്ഛനെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞ് ഞങ്ങളിവിടെ നിർത്താൻ പറ്റത്തില്ല, ഞങ്ങളെ പറഞ്ഞു വിടണമെന്ന് പറഞ്ഞു. അയ്യോ, അങ്ങനെയൊക്കെ ഒരു പ്രത്യേക. എങ്ങനെയാ ചേച്ചിയുമായിട്ട് എന്താ എപ്പോഴും അടിയാണെന്ന് പറയുന്നല്ലോ, ഇതെന്താ ഇത്? നിങ്ങളൊക്കെ കണ്ടിട്ട് മിണ്ടാതിരുന്നു അത്രയും ചേച്ചിയിട്ട് അടിക്കുന്നു. ഇപ്പൊ ഞങ്ങള് മിണ്ടിയെന്നൊന്നും അറിയണ്ട, ഞങ്ങൾ എവിടെയെങ്കിലും വെച്ചൊന്ന് കണ്ടില്ല അത്രയും മതി, ആരെങ്കിലും പറഞ്ഞറിഞ്ഞാൽ മതി. അതിപ്പോ ഞങ്ങൾ തന്നെ വീട്ടുകാരും പോയി ചോദിച്ചില്ല എന്തിനാ ഞങ്ങളുടെ മോളെ അടിക്കുന്നത് അല്ലെങ്കിൽ ചേച്ചി അടിക്കുന്നത്? ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഞങ്ങൾ 2 പെൺപിള്ളേരല്ലേ ഉള്ളൂ, ആങ്ങളമാരെങ്കിലും ഉണ്ടെങ്കിലല്ലേ. പാവപ്പെട്ട ഒരു അച്ഛനും രോഗിയാണ് അല്ലേ, അതുകൊണ്ട് വേറെ ആരും ചോദിക്കില്ല. ഇപ്പൊ ചേച്ചിയുടെ ജീവിതത്തെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താ ചെയ്യേണ്ടത് ചേച്ചി? അടിയും കൊണ്ട് അടിയും കൊണ്ട് വീട്ടുകാരോട് സംസാരിക്കാതെ ഇങ്ങനെ ജീവിക്കണം എന്നാണോ? ചേച്ചി ഇപ്പോൾ പല പ്രാവശ്യം, എനിക്ക് തോന്നണ ഒരു 7-8 പ്രാവശ്യമെങ്കിലും ഇവര് തമ്മിൽ വഴക്കിട്ട്, എനിക്ക് തോന്നുന്നു സ്നേഹത്തിൽ ഇതുവരെ എൻ്റെ ചേച്ചി എൻ്റെ വീട്ടിൽ വന്ന് എല്ലാവരുമായിട്ട് സഹകരിച്ച് ഇതുവരെ നിന്നിട്ടില്ല. വീട്ടുകാരായിട്ട് സഹകരിക്കാനായിട്ടുള്ള ഒരു സഹകരിച്ചിട്ടുള്ളതൊക്കെ ചേച്ചി ചേട്ടൻ്റെ തല്ലുകൊണ്ടോ വീട്ടിൽ വന്ന് നിന്നിട്ടുള്ളപ്പോഴൊക്കെ. അല്ലാതെ ഞങ്ങൾ സ്നേഹത്തോടെ സഹകരിച്ചിട്ടില്ല. അച്ഛൻ മരിക്കണത് വരെ അങ്ങനെ തന്നെയായിരുന്നു. അയ്യോ പാവ അച്ഛൻ ഇതെല്ലാം കണ്ടോണ്ട്. അച്ഛനെ എപ്പോഴും ചേച്ചിനെ കുറിച്ച് തന്നെയായിരുന്നു ദുഃഖം. അയ്യോ, അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരുമിച്ച് പോകാനും ചേച്ചി ആഗ്രഹിച്ചത്. പല പ്രാവശ്യം ഇതുപോലെ വന്നിട്ട് ഒരു ചേച്ചി വന്ന് ജോലിയൊക്കെ തിരിച്ചു കിട്ടിയെങ്കിൽ എവിടെ താമസിക്കും ചേച്ചി? ഞങ്ങളിപ്പോ അമ്മയുടെ കൂടി തന്നെ.